ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ചെറുനാരങ്ങ വെച്ച് അച്ചാർ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രുചിയുള്ള ഒട്ടും കയ്പില്ലാത്ത അച്ചാർ കിട്ടും. 2 ദിവസം എടുത്ത് വെച്ച് 3-ാം ദിവസം തുടങ്ങി നമുക്കിത് കൂട്ടാം. നല്ല രുചിയുള്ള ഒരു അച്ചാറാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അതിനായിട്ട് ഇതുപോലെ ഒരു 6 വലിയ നാരങ്ങ, നല്ല പഴുത്ത നാരങ്ങ നോക്കിയിട്ട് എടുക്കണം. അത് നന്നായി കഴുകി അതിലെ വെള്ളമെല്ലാം തുടച്ച് കളയണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇതിപ്പോൾ ഒരു 300 ഗ്രാം നാരങ്ങയുണ്ട്. നാരങ്ങയെല്ലാം കഴുകി തുടച്ചെടുത്ത ശേഷം നമുക്ക് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഒത്തിരി വേവിച്ച് നാരങ്ങ പൊട്ടിപ്പോകരുത്. ഒരു 5 മിനിറ്റ് വേവിച്ച് നാരങ്ങയുടെ തൊലി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വേവിച്ചാൽ മതി. ഒരു 7 മിനിറ്റ് മാക്സിമം അത്രയൊന്ന് വേവിച്ചാൽ മതി. ഇനി ഇത് തണുത്ത ശേഷം അതിലെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ് നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിതിങ്ങനെ ഓരോ നാരങ്ങയും 2 കഷ്ണമാക്കിയ ശേഷം വീണ്ടും അതിനെ 4ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഈ മുറിക്കുന്ന സമയത്ത് നമുക്കിതിലെ കുരുവെല്ലാം മാറ്റിക്കളയണം. കുരു പെട്ട് കഴിഞ്ഞാലും അച്ചാറിന് കയ്പ്പ് വരും. അപ്പോൾ നമുക്ക് മാക്സിമം അതിലെ കുരുവെല്ലാം എടുത്തു മാറ്റണം അരിയുന്ന സമയത്ത്. ഇങ്ങനെ ഓരോ നാരങ്ങയും ഇതുപോലെ 8 കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. എല്ലാ നാരങ്ങയും നമുക്ക് ഈ രീതിയിലൊന്ന് മുറിച്ചെടുക്കാം. ഇനി മുറിച്ചെടുത്ത നാരങ്ങയിലേക്ക് 2 എരിവുള്ള പച്ചമുളകൊന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് വയ്ക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഈ പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകും, അതിൻ്റെ നിറമൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ പൊടികളെല്ലാം ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഇട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ 1/4 കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ നിറയെ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ചധികം കറിവേപ്പില, പിന്നെ കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വന്ന ശേഷം മാത്രം കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ണം മതി. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് അരപ്പും കൂടെ ഒഴിച്ച് വീണ്ടും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടി ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറയെ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇതും കൂടി ഇട്ട് നന്നായിട്ടൊരു 5 മിനിറ്റ് വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി അതിൻ്റെ തിളയൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നാരങ്ങ ആ നീരോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നാരങ്ങ ഇട്ട ശേഷം വീണ്ടും നമ്മളിത് ചൂടാക്കുകയോ തിളപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. ഒരു ഇളം ചൂട്, അതായത് വല്ലാതെ ആ ചൂടൊന്ന് കുറഞ്ഞ് കഴിയുമ്പോഴാണ് നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി നാരങ്ങ അച്ചാർ റെഡിയായി. ഇത് ഉണ്ടാക്കിയ ഉടനെ കൂട്ടരുത്, 2 ദിവസം കഴിഞ്ഞിട്ട് കൂട്ടി തുടങ്ങിയാൽ മതി. നല്ല ടേസ്റ്റിൽ ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്